അങ്ങനെ നമ്മുടെ അച്യുതൻ ധർമ്മനോട് പറയുന്നുണ്ട്, ബാല മനഃപൂർവ്വം അവൻ്റെ മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടാണ് നമ്മുടെ തറവാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ മകളുടെ ജീവിതം നശിച്ചാലും വേണ്ടില്ല, നമ്മുടെ തറവാട് നശിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അവൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏഷണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ധർമ്മനോട്. ധർമ്മനാണെങ്കിൽ അത് മുഴുവൻ ഇങ്ങനെ വിശ്വസിച്ച് നിൽക്കണമുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ഗോമതിയോട് അമ്മ പറയുന്നുണ്ട്, നീ എങ്ങനെ ധർമ്മനെ കുറ്റക്കാരനായി കണ്ടേ? നിനക്ക് എങ്ങനെ ആകാശിനെ കാണാൻ കഴിയാത്ത? നിനക്കും എനിക്കും അറിയണം ധർമ്മം അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നീ എന്തുകൊണ്ടാണ് അവനെ തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ രാമേട്ടൻ ബാലനോട് പറയുന്നുണ്ട്, ധർമ്മനെ വിശ്വസിക്കാത്ത കടയിലേക്ക് ഇനി ഞാനും വരില്ല, ഇനി മുതൽ ഞാനും പണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിപ്പോണുണ്ട്. എന്തായാലും നമ്മുടെ ദേവിക്കാണെങ്കിൽ വല്ലാത്ത വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ആനന്ദ് ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആരൊക്കെ കടയിൽ വന്ന് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, നമ്മുടെ ദേവിയുടെ അച്ഛൻ വന്നിരുന്നു, കുറച്ചു നേരം വന്ന് അവിടെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയും അവിടെ കണക്ക് എഴുതുക എന്തൊക്കെയോ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദിന് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ദേവിയുടെ അച്ഛനാണ് ആ പൈസ കട്ടുകൊണ്ടുപോയത് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ദേവിയുടെ അമ്മയുടെ കയ്യിൽ കുറേ ഡ്രസ്സൊക്കെ അവ വരുന്ന വഴിയിൽ കണ്ടിരുന്നു. എന്തായാലും അവൻ ഉറപ്പിച്ചു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.